വിദ്യാപീഠം IQA സ്റ്റേറ്റ് ക്വിസിംഗ് ചാമ്പ്യൻഷിപ്പ് സീസൺ 2 കോ-പവർഡ് ബൈ KSFE-യിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. സോ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിന്റെ ടീംസ് ആർ റെഡി ഹിയർ. ലെറ്റ് മീ ഇൻവൈറ്റ് ടീം A, KV കൽപ്പറ്റ ഫ്രം വയനാട്. ടീം B, NNM HSS ചേലാമ്പ്ര from മലപ്പുറം. And team C, GS HSS Mobile from Kozhikode. And finally we have team D, Sri Narayana Public School from Kollam. ടീം എ ഇൻട്രൊഡ്യൂസ് ചെയ്യാമോ? എൻ്റെ പേര് കൃഷ്ണപ്രിയ. ഞാൻ ഋത്തിക. ഞങ്ങൾ KV കൽപ്പറ്റയിൽ 9ാം ക്ലാസ് വിദ്യാർത്ഥിനികളാണ്. ടീം ബി. എൻ്റെ പേര് ആഷിയ കെ ബാബു. എൻ്റെ പേര് ഭഗത്. ഞങ്ങൾ മലപ്പുറം ജില്ലയിലെ നാരായണ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ +1 വിദ്യാർത്ഥികളാണ്. മൂവിംഗ് ഓൺ ടു ടീം സി. എൻ്റെ പേര് ദേവാങ് കൃഷ്ണ. ഞാൻ കോഴിക്കോട് ജില്ലയിലെ വടകരയിലെ ഗവൺമെന്റ് സംസ്കൃതം ഹയർ സെക്കൻഡറി സ്കൂളിലെ +1 വിദ്യാർത്ഥിയാണ്. എൻ്റെ പേര് അശ്വിൻ കെ. ഞാൻ ഗവൺമെന്റ് സംസ്കൃത HSS മേപ്പയിൽ വടകരയിലെ +1 വിദ്യാർത്ഥിയാണ്. അപ്പോൾ ടീം ഡി. എൻ്റെ പേര് ജോഷുവ ജയ് ജോൺ. എൻ്റെ പേര് ഗൗരി നന്ദൻ S. ഞങ്ങൾ ശ്രീനാരായണ പബ്ലിക് സ്കൂളിലെ 12ാം ക്ലാസ് വിദ്യാർത്ഥികളാണ്. ഓക്കെ. ക്വിസിന്റെ ലോക സംഘടനയായ ഇന്റർനാഷണൽ ക്വിസിംഗ് അസോസിയേഷന്റെ ഇന്ത്യ ആൻഡ് GCC ഹെഡ് നമ്മുടെ സ്വന്തം ക്വിസ് മാൻ സ്നേഹത് സാറിനെ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. Here comes the round 1 aura farming. ഈ എപ്പിസോഡിലും മിടുക്കരായ 4 ടീമുകളാണ് നമ്മുടെ മുന്നിലുള്ളത്. കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് വന്ന 4 ടീമുകൾ. ഈ ടീമുകളിൽ നിന്ന് ക്വാർട്ടർ ഫൈനൽ കടന്ന് സെമി ഫൈനൽ എന്ന കടമ്പയിലേക്ക് കടക്കുന്ന ആ 2 ടീമുകൾ ആരെന്നറിയാനുള്ള ഈ ക്വാർട്ടർ ഫൈനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒന്നാമത്തെ റൗണ്ടായ ഓറ ഫാമിംഗിൽ എത്ര ചോദ്യങ്ങൾ? 4 ചോദ്യങ്ങൾ, 4 ഉത്തരങ്ങൾ. ശരി ഉത്തരത്തിന് 100 പോയിന്റുകൾ. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ 100 പോയിന്റ്, പാസ് ക്വസ്റ്റ്യൻ 100 പോയിന്റ്സ്, നോ നെഗറ്റീവ് ഫോർ പാസ് ക്വസ്റ്റ്യൻ. പക്ഷേ നിങ്ങൾ പൗണ്ട് ചെയ്യുകയാണെങ്കിൽ നെഗറ്റീവ് ഉണ്ട്. ഒന്നാമത്തെ ചോദ്യം ഏതെങ്കിലും ഒരു ടീമിനോട് ചോദിക്കുമ്പോൾ മറ്റു 3 ടീമുകൾക്കും എൻ്റർ ചെയ്യാം. സോ ഹിയർ വി ഗോ. ഓറ ഫാമിംഗ് ക്വസ്റ്റ്യൻ നമ്പർ 1. ഒന്നാമത്തെ ചോദ്യം 4 ടീമുകൾക്കും ഉത്തരം പറയാൻ പറ്റുന്നത്ര ലളിതമായ ചോദ്യമാണ്. ഒറിജിനലി എ ടാലിസ്മാൻ അഗെയിൻസ്റ്റ് ഈവിൽ, ദിസ് ടേം ഈസ് കോമൺ ടു ദ കോർട്സ് ഓഫ് വിക്രമാദിത്യ ആൻഡ് അക്ബർ. അതായത് അക്ബറിന്റെയും വിക്രമാദിത്യന്റെയും രാജ കൊട്ടാര സദസ്സുമായി ബന്ധപ്പെട്ട ഒരു വാക്കാണ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത്. ഈ വാക്ക് തന്നെയാണ് ഇന്ന് ചില പ്രത്യേക തരത്തിലുള്ള PSUകൾ, പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സിനെയും വിശേഷിപ്പിക്കാൻ ഉപയോഗിക്കുന്ന വാക്ക്. ഒരു നിശ്ചിത ആനുവൽ ഇൻകത്തിൽ കൂടുതലുള്ള ടേൺ ഓവർ ഉള്ള ആനുവൽ ഇൻകം അല്ല, ടേൺ ഓവറിൽ കൂടുതലുള്ള കമ്പനികളെ വിശേഷിപ്പിക്കുന്നു. കമ്പനികളെ പലതായി തരംതിരിക്കാറുണ്ട്. അതിൽപ്പെട്ട ഒന്ന് ഈ പേര് തന്നെയാണ്. ഇതിനെല്ലാം കോമൺ ആയിട്ടുള്ള അക്ബറിന്റെ സദസ്സിനും വിക്രമാദിത്യന്റെ സദസ്സിനും ഈ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്ങുകളുടെ ചില പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്ങുകളെ വിശേഷിപ്പിക്കാനും ഉപയോഗിക്കുന്ന ഈ വാക്ക് ഏത് എന്നാണ് ചോദ്യം. ടീം എയോടാണ് ചോദ്യം. ടീം ബി, ടീം സി, ടീം ഡി നിങ്ങൾക്ക് ഇപ്പോൾ ബസർ പ്രസ് ചെയ്യാം, ഉത്തരങ്ങൾ എൻ്റർ ചെയ്യാം. ടീം സി ബസർ പ്രസ് ചെയ്തു, ടീം ബി ബസർ പ്രസ് ചെയ്തു, ടീം ഡി ബസർ പ്രസ് ചെയ്യുന്നില്ല. പ്ലീസ് എൻ്റർ ആൻഡ് സബ്മിറ്റ് യുവർ ആൻസർ. 30 സെക്കൻഡ്സിനുള്ളിൽ നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട്. ഈവിലിനെതിരായിട്ടുള്ള ഒരു രക്ഷാകവചം, ടാലിസ്മാൻ ഒരു രക്ഷാകവചം എന്നാണ് അർത്ഥം. ടീം എ ഈസ് റെഡി ഫോർ ദ ആൻസർ. ഐ തിങ്ക് ടീം ബി നിങ്ങൾ എൻ്റർ ചെയ്തോ? ടീം സി എൻ്റർ ചെയ്തോ? ശരി, ഇനി നമുക്ക് ടീം എയോട് ചോദിക്കാം, ഏതാണ് ഈ വാക്ക്? ടീം എ. ഡ്രീം ക്യാച്ചർ. ഡ്രീം ക്യാച്ചർ വിക്രമാദിത്യന്റെ രാജസദസ്സിലും അക്ബറിന്റെ രാജസദസ്സിലും ഉണ്ടായിരുന്നു എന്നാണ് നിങ്ങൾ പറയുന്നത്. പാസിംഗ് ടു ടീം ബി, പാസിംഗ് ടു ടീം സി. ബി, സി നിങ്ങൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞു, അതുകൊണ്ട് നിങ്ങൾക്ക് ഉത്തരം പറയാനുള്ള അവസരമില്ല. സോ ഇറ്റ് റീച്ചസ് ടീം ഡി. വാക്കല്ലേ? അതെ, രണ്ടുപേരുടെ സദസ്സിലുള്ള കോമൺ ആയിട്ടുള്ളത് എന്താണ്? നയൻ. ആ വേർഡ് പറയൂ. ആ വേർഡ് എന്താണ്? നയൻ ജുവൽസ്. അതിനെന്താണ് പറയുന്നത്? ആ വേർഡ് പറയൂ. നവരത്നാസ്. നവരത്നാസ് ഈസ് ദ റൈറ്റ് ആൻസർ. വെൽ ഡൺ. സോ നമുക്ക് ടീം ബി ആൻഡ് ടീം സി എൻ്റർ ചെയ്ത ഉത്തരങ്ങൾ എന്താണെന്ന് നോക്കാം. ടീം ബി എൻ്റർ ചെയ്ത ഉത്തരം നവരത്ന എന്ന് തന്നെയാണ്. ആൻഡ് ടീം സി എൻ്റർ ചെയ്ത ഉത്തരം നവരത്നയാണ്. ടീം ബി ആൻഡ് ടീം സി രണ്ടുപേരും ശരി ഉത്തരം എൻ്റർ ചെയ്തു. അങ്ങനെ 100 ടു ടീം ബി, 100 ടു ടീം സി, 100 ടു ടീം ഡി. നവരത്നങ്ങളല്ലേ വിക്രമാദിത്യന്റെ അക്ബറിന്റെ രാജസദസ്സിലുണ്ടായ നവരത്നങ്ങളാണ്. ഇന്ത്യയിൽ മഹാരത്ന, മിനിരത്ന, നവരത്ന എന്നിങ്ങനെ കമ്പനികളെ തിരിച്ചിട്ടുണ്ട്. ഈ നവരത്നങ്ങൾ ശരിക്കും ഈവിളിനെതിരെയുള്ള ഒരു രക്ഷാ കവചമായിട്ട് ആളുകളുടെ വിശ്വാസമാണ് അല്ലെ. നിങ്ങൾ പറഞ്ഞ ഡ്രീം ക്യാച്ചറെ പോലെ തന്നെ നവരത്നാസും ഉപയോഗിച്ചിരുന്നു. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു.
രണ്ടാമത്തെ ചോദ്യം വീണ്ടും വരുന്നത് ടീം എക്കാണ്, കാരണം മൈക്കിലോട് ഉത്തരം പറഞ്ഞത് ടീം ബി ആണ്. ഇതും എളുപ്പമുള്ള ചോദ്യമാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇദ്ദേഹം ആര് എന്ന് തന്നെയാണ് ഇത്തവണ കണ്ടുപിടിക്കുന്നത്. ടീം എയോടുള്ള ചോദ്യത്തിന് ബസർ ചെയ്തിരിക്കുന്നത് ടീം ഡി ആണ്. ടീം ബി ആൻഡ് ടീം സി അവസാനത്തെ അവസരം. എൻ്റർ ചെയ്യുന്നുണ്ടോ? കൗണ്ട് ചെയ്യുന്നുണ്ടോ? ഇല്ല. സോ ദാറ്റ്സ് ഇറ്റ്. ടീം ഡി, എൻ്റർ യുവർ ആൻസർ വിത്തിൻ 30 സെക്കൻഡ്സ്. എൻ്റർ ചെയ്യുക, സബ്മിറ്റ് ചെയ്യാം. ടീം എ, നിങ്ങൾ റെഡിയാണല്ലോ? ഇദ്ദേഹത്തിന്റെ പേര് കണ്ടെത്താനുള്ള അവസരം നിങ്ങൾക്കാണുള്ളത്. ടീം ഡി, നിങ്ങൾ എൻ്റർ ചെയ്ത് സബ്മിറ്റ് ചെയ്തോ? സോ ടീം ഡി ആണ് അതിൽ പൗണ്ട് ചെയ്തിരിക്കുന്നത്. ടീം ഡിയുടെ ഉത്തരം എന്താണെന്ന് നോക്കുന്നതിന് മുൻപ് നമുക്ക് ടീം എയിലേക്ക് പോവാം. കൃഷ്ണപ്രിയ ആൻഡ് ഋതിക, ആരാണെന്ന്? ശുപ്പാണ്ടി എന്ന് പറഞ്ഞ കോമിക് അത് ശുപ്പാണ്ടി നിങ്ങൾക്ക് അവിടെ കാണാം. ഇദ്ദേഹം ആര് എന്നാണ് ചോദ്യം. ഇദ്ദേഹത്തിന്റെ പേരാണ് നിങ്ങൾ പറയേണ്ടത്. ബോബൻ. ബോബൻ. എന്ത് ബോബൻ? അറിയില്ല. ശരി, പാസിംഗ് ടു ടീം ബി. ആരാണ് ചിത്രത്തിൽ കാണുന്ന വ്യക്തി? RK ലക്ഷ്മൺ. RK ലക്ഷ്മൺ ഇസ് എ വെരി ഗുഡ് ഗസ്, വെരി ഗുഡ് ആൻസർ. പക്ഷേ RK ലക്ഷ്മൺ അല്ല. പാസിംഗ് ടു ടീം സി, ദേവാങ്കൃഷ്ണ ആൻഡ് അശ്വിൻ. പാസ് ചെയ്യണോ? ശരി. സോ ഇനി ബാക്കിയുള്ളത് ടീം ഡി ആണ്. ടീം ഡി ഉത്തരം പൗണ്ട് ചെയ്തിരിക്കുകയാണ്. ടീം ഡി പൗണ്ട് ചെയ്ത ഉത്തരം എന്താണെന്ന് നോക്കാം. ടീം ഡി പറഞ്ഞിരിക്കുന്നത് അങ്കിൾ പൈ എന്നാണ്. ആരാണ് അങ്കിൾ പൈ? ടിങ്കിളിന്റെ ഫൗണ്ടർ എന്ന് പറയുമ്പോൾ ഈ ശുപ്പാണ്ടി, ശിക്കാരി ശംഭു, ആ ഒരു മാഗസിന്റെ ആ ഒരു നിങ്ങൾ ചിത്രത്തിൽ കണ്ടത് ടിങ്കിളിലെ ശുപ്പാണ്ടി, ശിക്കാരി ശംഭു തുടങ്ങി നിരവധി കഥാപാത്രങ്ങളെയാണ്. ഇതിൽ പല കഥാപാത്രങ്ങളെയും സൃഷ്ടിച്ച, എന്നാൽ ഇതിലുപരി അമർ ചിത്രകഥ എന്ന സീരീസ് തന്നെ ആരംഭിച്ച അങ്കിൾ പൈ എന്ന അനന്ത് പൈ ആണ് ചിത്രത്തിൽ കണ്ടത് എന്ന് ശരിയായി തിരിച്ചറിഞ്ഞു. ടീം ഡി മൂവിംഗ് അഹെഡ് വിത്ത് another 100 points. So 100 and 100. Now you are at 200 അല്ലേ? മൂന്നാമത്തെ ചോദ്യം. ഇതും എളുപ്പമുള്ള ചോദ്യമാണ്. ഓൺ ദി ബസർ ടീം ബി ബസർ പ്രസ് ചെയ്തു, ടീം സി ബസർ പ്രസ് ചെയ്യുന്നു, ടീം ഡി ബസർ പ്രസ് ചെയ്യുന്നു. 3 ടീമുകളും ബസർ പ്രസ് ചെയ്യുന്നു. ചോദ്യം ഇതാണ്. KPP നമ്പ്യാർ 1970-കളിൽ സ്ഥാപിച്ച ഇതിന് ഇന്ത്യ മുഴുവൻ യൂണിറ്റുകളുണ്ട്. സ്ട്രാറ്റജിക്കലി ഇമ്പോർട്ടൻറ്റ് പ്രൊഡക്ട്സ് ആണ് അവർ മാനുഫാക്ചർ ചെയ്യുന്നത്. ഡിഫൻസ് ഏരിയയിലും സ്പേസ് ഏരിയയിലും ടെലികമ്മ്യൂണിക്കേഷൻ രംഗത്തുമൊക്കെ ഉള്ള പ്രൊഡക്റ്റുകൾ മാനുഫാക്ചർ ചെയ്യുന്ന ഈ കമ്പനി ഏത്? പ്ലീസ് എൻ്റർ യുവർ ആൻസേഴ്സ്. ടീം ബി, സി ആൻഡ് ഡി ആൻഡ് സബ്മിറ്റ്. 30 സെക്കൻഡിനുള്ളിൽ എൻ്റർ ചെയ്ത് സബ്മിറ്റ് ചെയ്യണം. KPP നമ്പ്യാർ 1970-കൾ. ഇതാണ് നിങ്ങളുടെ ക്ലൂ. മാത്രമല്ല ഈ സ്ഥാപനത്തിന്റെ ലോഗോയും അവിടെ കൊടുത്തിട്ടുണ്ട്. ഓൾ റൈറ്റ്. ടീം എ ഈ സ്മൈലിംഗ്. ടീം ബി, സി ആൻഡ് ഡി നിങ്ങൾ ഉത്തരങ്ങൾ എൻ്റർ ചെയ്തു. ഇനി നമുക്ക് ഉത്തരം എന്താണെന്ന് നോക്കാം. ടീം എ, മെയ്ക്ക് ഇൻ ഇന്ത്യ. ഈ സ്ഥാപനം ഏത് സ്ഥാപനത്തിന്റെ ലോഗോ ആണ് എന്നാണ് ചോദ്യം. മെയ്ക്ക് ഇൻ ഇന്ത്യ. മേക്ക് ഇൻ ഇന്ത്യയുടെ ലോഗോ അല്ല, ബട്ട് ഗുഡ് ഗസ്, ഐ അപ്രീഷിയേറ്റ് ദാറ്റ് ഗസ്. പക്ഷേ ഇത് മേക്ക് ഇൻ ഇന്ത്യയുടെ ലോഗോ അല്ല. ടീം ബി, സി ആൻഡ് ഡി എൻ്റർ ചെയ്ത ഉത്തരങ്ങൾ നമുക്ക് കാണേണ്ടതുണ്ട്. ടീം ബി എൻ്റർ ചെയ്ത ഉത്തരം എന്താണ്? കെൽട്രോൺ എന്നാണ് നിങ്ങൾ എൻ്റർ ചെയ്തത്. ടീം സിയുടെ ഉത്തരം കെൽട്രോൺ ആൻഡ് ടീം ഡി കെൽട്രോൺ. 3 ടീമുകളും കെൽട്രോൺ എന്ന ഉത്തരമാണ് നൽകിയത്. കെ അതിൽ നിങ്ങൾക്ക് കാണാമായിരുന്നു അതിന്റെ ലോഗോയിൽ. കെൽട്രോൺ ഇസ് ദ റൈറ്റ് ആൻസർ. ആ ലോഗോയിൽ KE ആണ് നിങ്ങൾ കാണുന്നത്. KE അല്ലേ? വെൽ ഡൺ. മലയാളിയായ KPP നമ്പ്യാർ സ്ഥാപിച്ച കെൽട്രോൺ എന്ന ചോദ്യത്തിലൂടെ നമ്മൾ വീണ്ടും 4ാമത്തെ ചോദ്യത്തിലേക്ക് പ്രവേശിക്കുന്നു. സാഹിത്യവുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ക്വസ്റ്റ്യൻ നമ്പർ 4 അഗെയിൻ ടു KV ടീം. ചിത്രത്തിൽ കാണുന്ന ഇടതുഭാഗത്ത് കാണുന്ന വനിത ഈയിടെ രചിച്ച ഒരു കൃതിയെക്കുറിച്ചാണ് ചോദ്യം. വലതുഭാഗത്ത് കാണുന്ന വ്യക്തിയെക്കുറിച്ചും അവരുടെ ഭർത്താവിനെ കുറിച്ചും അവരുടെ ജീവിതം പരാമർശിക്കുന്ന കൃതിയാണ് ഇത്. ഈ വാർത്തകളിൽ നിറഞ്ഞു നിന്ന വിവാദമായി മാറിയ ഈ കൃതി ഏത് എന്നാണ് നിങ്ങൾ കണ്ടെത്തേണ്ടത്. ടീം ഡി ആണ് ബസർ പ്രസിദ്ധീകരിക്കുന്നത് ഇത്തവണ. ടീം ബി ആൻഡ് ടീം സി ഈ കൃതിയുടെ പേരാണ് നിങ്ങൾ കണ്ടെത്തേണ്ടത്. ബസർ ചെയ്തിരിക്കുന്നത് ടീം ഡി മാത്രമാണ്. സോ ടീം ഡി പ്ലീസ് എൻ്റർ യുവർ ആൻസേഴ്സ്. സാറേ ബുക്കിന്റെ പേരാണോ വേണ്ടേ? അതെ, ആ കൃതിയുടെ പേരാണ്. ഡി മാത്രമാണ് ഈ ചോദ്യത്തിന് പൗണ്ട് ചെയ്തിരിക്കുന്നത്. നമുക്ക് നോക്കാം ഉത്തരങ്ങൾ. ടീം എ എന്താണ് ഉത്തരം? പാസിംഗ് ടു ടീം ബി. കിരൺ ദേശായിയുടെ സണ്ണി ആൻഡ് അങ്ങനെ പറഞ്ഞൊരു ബുക്കില്ലേ? കിരൺ ദേശായിയുടെ സണ്ണി എന്ന പുസ്തകം. സണ്ണി ആൻഡ് കുഴപ്പമില്ല. ലെറ്റ്സ് സീ. ടീം സി. അങ്ങനെ യു കീപ് ട്രൈയിങ്. ഈ പാസ് ചെയ്യുന്നതിനേക്കാളും എത്രയോ നല്ലതല്ലേ ഒരു ക്യൂസിൽ ഒരു ഉത്തരം പറയുന്നത്. അതിനെക്കുറിച്ച് നമുക്ക് ആലോചിക്കാൻ ഒരു അവസരം ലഭിക്കില്ലേ? ടീം സി നിങ്ങളുടെ ഉത്തരം എന്താണ്? ഹാർട്ട് ലാമ്പ് എന്നാണ്. 3 ടീമുകളുടെ അവസരം കഴിഞ്ഞ് ഇനി 4ാമത്തെ ടീം ഡി അവർ പൗണ്ട് ചെയ്തിരിക്കുകയാണ്. ടീം ഡി പൗണ്ട് ചെയ്ത ഉത്തരം എന്താണെന്ന് നമുക്ക് നോക്കിയാലോ. എംപ്റ്റി സ്പേസ്. എന്താണ് ഈ എംപ്റ്റി സ്പേസ് എന്ന കൃതിയുടെ പ്രത്യേകത? MT വാസുദേവൻ നായരെ കുറിച്ചുള്ള പരാമർശങ്ങൾ വിവാദമായിരുന്നു. MT വാസുദേവൻ നായരുടെ ആദ്യ പത്നിയായ പ്രമീള നായരെ കുറിച്ചുള്ള പുസ്തകമായിരുന്നു എംപ്റ്റി സ്പേസ് എന്ന പേരിട്ടത്. ആ പേരിൽ തന്നെ MTയെ സൂചിപ്പിക്കാനായിരുന്നു. MT വാസുദേവൻ. ഇതാണ് വിവാദമായ ആകൃതി. വെൽ ഡൺ, ബ്യൂട്ടിഫുൾ ആൻസർ ടീം ഡി. ഹ്യൂജ് റൗണ്ട് ഓഫ് അപ്ലോസ് ഫോർ ദാറ്റ്. നല്ല ഉത്തരം.
100 പോയിന്റുകൾ ലഭിക്കുന്നു ടീം ഡിക്ക്. 4 ചോദ്യങ്ങൾ 4 ഉത്തരങ്ങൾ. ഒന്നാമത്തെ റൗണ്ട് ഇവിടെ സമാപിക്കുമ്പോൾ നമ്മൾ വളരെ പെട്ടെന്ന് രണ്ടാമത്തെ റൗണ്ടിലേക്ക് പോകുന്നു. റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും. നമുക്ക് ആസ് മച്ച് ആസ് പോസിബിൾ ബസേഴ്സ് ക്യാൻ പ്രസ്. അതുപോലെ തന്നെ 100 പോയിന്റ്സ് ആയിരിക്കും നിങ്ങൾക്ക് കറക്റ്റ് ആൻസറിന് കിട്ടുക. -50 പോയിന്റ്സ് ആയിരിക്കും ഇഫ് നിങ്ങൾ ആൻസർ തെറ്റിച്ചാൽ സംഭവിക്കാം. ഓക്കെ, വി ആർ മൂവിംഗ് ഓൺ ടു റൗണ്ട് 2. ക്ലോക്ക് ഇറ്റ്. 4 ടീമുകൾ റെഡി. ഫിംഗേഴ്സ് ഓൺ ബസേഴ്സ്. ഒന്നാമത്തെ ചോദ്യം. ചിത്രത്തിൽ കാണുന്ന വ്യക്തിയെക്കുറിച്ചാണ് ചോദ്യം. അലൻ സ്കോഫീൽഡ് എന്നാണ് ഇദ്ദേഹത്തിന്റെ പേര്. കോട്ടയം ജില്ലയിലെ കഞ്ഞിക്കുഴിയിലാണ് ഇദ്ദേഹം ജനിച്ചത്. ഇദ്ദേഹത്തിന്റെ മാതാവ് ഗ്രേസ് തോമസ് കോട്ടയം ജില്ലക്കാരിയായിരുന്നു. പിതാവ് അയർലൻഡുകാരനായിരുന്നു. പക്ഷേ കോട്ടയം ജില്ലയിൽ ജനിച്ച സാങ്കേതികമായി മലയാളിയായ ഇദ്ദേഹം സർവീസസിന് വേണ്ടി ഗോൾ കീപ്പറായി കുറച്ചു കാലം കളിച്ചിരുന്നു ഫുട്ബോൾ ടീമിൽ. പിന്നീട് ഹോക്കി ടീമിന് വേണ്ടിയിട്ടും ഗോൾ കീപ്പറായി കളിച്ചു. എൻ്റെ ചോദ്യം ഇതാണ്: എന്ത് നേട്ടം കൈവരിച്ച ആദ്യത്തെ മലയാളി എന്ന നിലയിലാണ് ഇദ്ദേഹത്തെ അടയാളപ്പെടുത്തിയിട്ടുള്ളത്? 1980 എന്ത് നേട്ടം കൈവരിച്ച മലയാളിയാണ് അലൻ സ്കോഫീൽഡ്? 1980 മോസ്കോയിൽ വെച്ച് എന്ത് നേട്ടം കൈവരിച്ച മലയാളിയാണ് അലൻ സ്കോഫീൽഡ്? ഓൺ ദി ബസർ ടീം സി, ദാറ്റ് ഈസ് കോഴിക്കോട് ടീം, ദേവാങ് കൃഷ്ണ ആൻഡ് അശ്വിൻ. ഒളിമ്പിക്സ് മെഡൽ നേടും. ഒളിമ്പിക്സ് മെഡൽ ആണ് നിങ്ങളുടെ നേട്ടം. ഒളിമ്പിക്സിൽ 1980 മോസ്കോയിൽ എന്താണ് സംഭവിച്ചത്? ഏത് കായിക ഇനത്തിൽ? ഹോക്കിയിൽ മെഡൽ കിട്ടിയോ? ഏത് മെഡലാണ് കിട്ടിയത്? അല്ല, ഗോൾഡ് ആണ് കിട്ടിയത്. വെൽ ഡൺ, ദാറ്റ് ഈസ് +100 ടു ടീം സി. ഒളിമ്പിക്സ് സ്വർണ്ണ മെഡൽ നേടിയ മലയാളിയാണ് ഇദ്ദേഹം. 1980 മോസ്കോയിൽ ഇന്ത്യയാണ് ഹോക്കി സ്വർണം നേടിയത്. 100 പോയിന്റുകൾ നേടുന്നു ടീം കോഴിക്കോട്. ആറാമത്തെ ചോദ്യം ഏറ്റവും എളുപ്പമുള്ള ചോദ്യമാണ്. ഉടനെ ബസർ അടിച്ച് ഉത്തരം പറയാവുന്ന ചോദ്യമാണ്. ഫിംഗേഴ്സ് ഓൺ ബസേഴ്സ്. ഇതൊക്കെ എന്ത് എന്നാണ് ചോദ്യം. ഫിംഗേഴ്സ് ഓൺ ബസേഴ്സ്, ദാറ്റ്സ് ഇറ്റ്. അവലാഞ്ചി, കർഡാനോ, സോലാന, പോൾക്കാഡോട്ട്. ബസർ അമർത്തുന്നത് ടീം ഡി. ഗൗരി നന്ദനും ജോഷ്വയുമാണ്. ശ്രീനാരായണ സ്കൂൾ, കൊല്ലം. എന്താണ് ഇവയൊക്കെ? ബിറ്റ്കോയിൻസ്. ഇവയൊക്കെ ബിറ്റ് കോയിനുകളാണ് എന്നാണ് നിങ്ങളുടെ ഉത്തരം. ദാറ്റ് ഈസ് എ -50. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ വീണ്ടും ബസർ അടിച്ച് ആ ഉത്തരം യെസ് ടീം സി. ക്രിപ്റ്റോ കറൻസി. ദീസ് ആർ ക്രിപ്റ്റോ കറൻസീസ്. ദാറ്റ്സ് ദ റൈറ്റ് ആൻസർ. ഇതുപോലുള്ള ഒരു ക്രിപ്റ്റോ കറൻസിയാണ് ബിറ്റ് കോയിൻ. ഇതൊക്കെ ബിറ്റ് കോയിനുകളല്ല, ഇതൊക്കെ ക്രിപ്റ്റോ കറൻസികളാണ്. വെൽ ഡൺ, ദാറ്റ് ഈസ് എ +100 ടു ടീം സി ആൻഡ് എ -50 ടു ടീം ഡി. നമുക്ക് 7ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. 7ാമത്തെ ചോദ്യം. ക്യാൻ ഗൂഗിൾ സോൾവ് ഡെത്ത്? ഗൂഗിളിന്റെ ബയോടെക്നോളജിയുമായി ബന്ധപ്പെട്ട റിസർച്ചുകൾ നടത്തുന്ന ഒരു സ്ഥാപനത്തിന്റെ ലോഗോ ആണ് നിങ്ങൾ ചിത്രത്തിലെ അടുത്ത ഭാഗത്ത് കാണുന്നത്. ഈ സ്ഥാപനത്തിന്റെ പേരാണ് നിങ്ങൾ കണ്ടെത്തേണ്ടത്. ഈ സ്ഥാപനത്തിന്റെ പേര് കണ്ടെത്താനുള്ള ഒരു സഹായമായിട്ട് ഞാൻ പറയാം. കേരളത്തിലെ ഒരു സ്ഥലത്തിന്റെ പേരിൽ നിന്നും പേര് ലഭിച്ച ഒരു ഉൽപ്പന്നത്തിന്റെ പേരും ഈ പേരും സെയിം ആണ്. പക്ഷേ ഇതിന് കേരളവുമായി ബന്ധമൊന്നുമില്ല. കാരണം ഇത് കാലിഫോർണിയയാണ് സ്ഥലം. അതിൽ നിന്നാണ് പേര് ലഭിച്ചത്. എന്താണ് ചിത്രത്തിൽ കാണുന്ന ഗൂഗിളിന്റെ ഈ വെഞ്ചറിന്റെ പേര്? ലോഗോ നിങ്ങൾ അവിടെ കണ്ടു കഴിഞ്ഞു. കാലിഫോർണിയ എന്ന ക്ലൂ ഞാൻ തന്നു. കേരളത്തിലെ ഒരു സ്ഥലത്ത് നിന്ന് പേര് ലഭിച്ച ഒരു ഉൽപ്പന്നം എന്നും ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇപ്പോൾ അത് വളരെ ഈസിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഈ സ്ഥലവും അറിയാം, ഈ ഉൽപ്പന്നവും അറിയാം. കാലിഫോർണിയ സി. വളരെ എളുപ്പമുള്ള ചോദ്യമാണ്. ഇത് തെറ്റിക്കാൻ പാടില്ല. കേരളത്തിന് യെസ്, ഗോയിങ് ഫോർ ഇറ്റ്. ദാറ്റ് ഈസ് അഷിയ കെ ബാബു ആൻഡ് ഭഗത്. എന്താണ് ഉത്തരം? കോക്കനട്ട്. കോക്കനട്ട് ശരിയായ ഉത്തരമല്ല. ദാറ്റ്സ് എ -50. കേരളത്തിലെ ഏത് സ്ഥലത്ത് നിന്നാണ് കോക്കനട്ട് എന്ന വാക്ക് ഉണ്ടായത്? എൻ്റെ ചോദ്യം അതാണ്. കോക്കനട്ട് എന്ന വാക്ക് ഉണ്ടായത് കേരളത്തിലെ ഒരു സ്ഥലത്തിൻ്റെ പേരിൽ നിന്നാണ് എന്നാണ് നിങ്ങൾ പറയുന്നത്. കോക്കനട്ട് അല്ല. സോ ബസർ അമർത്തുന്നു ടീം ഡി. ഗൗരിനന്ദനും ജോഷ്വയും. ഒരു ഗസ്സാണ്. ഗസ്സാണ്. കാക്കനാട് കൊനട്ട്. എൻ്റെ ചോദ്യം അതൊന്നുമല്ല. നിങ്ങൾ ആകെ വഴിതെറ്റിപ്പോയി. കോക്കനട്ടുമായി ഇതിന് യാതൊരു ബന്ധവുമില്ല. ദാറ്റ് ഈസ് എ -50. കേരളത്തിന്റെ ഒരു സ്ഥലത്ത് നിന്ന് പേര് ലഭിച്ച ഒരു ഉൽപ്പന്നം, ആ ഉൽപ്പന്നത്തിന്റെ പേരാണ് ഇതിന് നൽകിയത്. പക്ഷേ ആ ഉൽപ്പന്നത്തിന്റെ പേരാണ് ഇതിന് നൽകിയത് എന്ന് പറയാൻ പറ്റില്ല. ആ ഉൽപ്പന്നത്തിന്റെ പേരുമായിട്ട് ഇതിന് ബന്ധമൊന്നുമില്ല. പക്ഷേ അത് സെയിം വേർഡാണ് എന്നാണ് ഞാൻ പറഞ്ഞത്. ആ പേരും ഈ പേരും സെയിം ആണ് എന്നാണ് പറഞ്ഞത്. ഞാൻ ക്ലൂ നൽകി വഴി തെറ്റിച്ചു പോയി അല്ലേ? ഇത് കാലിഫോർണിയയിലാണ്. അപ്പോൾ അത് ഏത് സ്ഥലമായിരിക്കുമെന്ന് നിങ്ങൾക്ക് ഊഹിക്കാം. സി ആണ്. കേരളത്തിലൊരു സ്ഥലമാണ്. ഈ സ്ഥലത്ത് നിന്ന് പേര് ലഭിച്ച ഒരു ഉൽപ്പന്നമാണ്. ആ ഉൽപ്പന്നം നമ്മുടെ കേരള ചരിത്രവുമായി ബന്ധപ്പെട്ട് എപ്പോഴും പറയാറുള്ള ഒരു ഉൽപ്പന്നമാണ്.
യെസ്, 4 ടീമുകൾക്കും ഉത്തരം ലഭിക്കുന്നില്ല. വളരെ എളുപ്പമായിരുന്നു അത്. നമുക്ക് ഉത്തരത്തിലേക്ക് നോക്കാം. ഈ ഗൂഗിളിന്റെ ഈ വെഞ്ചറിന്റെ പേര് കാലിക്കോ എന്നാണ്. കാലിക്കോ ലൈഫ് സയൻസസ്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, കാലിക്കറ്റിൽ നിന്ന് പേര് ലഭിച്ച തുണിത്തരമാണ്. കാലിക്കോ എന്ന തുണിയുടെ പേര് ലഭിച്ചത് കാലിക്കറ്റിൽ നിന്നാണ്. കേരളത്തിലെ ഒരു സ്ഥലത്ത് നിന്ന് പേര് ലഭിച്ച ഒരു ഉൽപ്പന്നത്തിന്റെ പേരും ഈ പേരും സെയിം ആണ് എന്നാണ് ഞാൻ പറഞ്ഞിരുന്നത്. ക്ലോക്ക് ഇറ്റ് റൗണ്ടിലെ അവസാനത്തെ ചോദ്യം. Again an easy question. 1964 സ്ഥാപിച്ച ഈ സ്റ്റാറ്റ്യൂട്ടറി ബോഡി ഏത് എന്നാണ് നിങ്ങൾ കണ്ടെത്തേണ്ടത്. ഇന്ന് അതിന്റെ തലവൻ പ്രവീൺ കുമാർ ശ്രീവാസ്തവയാണ്. ഇദ്ദേഹം ഒരു IAS ഓഫീസറാണ്. 1988 ആസാം മേഘാലയ കേഡറിലെ IAS ഓഫീസറാണ്. പ്രസിഡന്റാണ് ഇദ്ദേഹത്തെ അപ്പോയിന്റ് ചെയ്തത്. സെൻട്രൽ ഡാഷ് കമ്മീഷൻ. ഒറ്റ വാക്ക്. യെസ്, KV ടീം എ. കൃഷ്ണപ്രിയ ആൻഡ് ഋതിക. സെൻട്രൽ ഇലക്ഷൻ കമ്മീഷൻ. Not Central Election Commission. They are giving really good answers. Superb answers are coming. പക്ഷേ എല്ലാം അങ്ങോട്ടോ ഇങ്ങോട്ടോ ചെറുതായിട്ട് മാറിപ്പോകുന്നു. യു കീപ് ട്രൈയിങ്. ഇത് സെൻട്രൽ ഇലക്ഷൻ കമ്മീഷൻ അല്ല. ഇത് എപ്പോഴും വാർത്തകളിൽ വരുന്ന ഒരു പേരാണ്. ടീം ഡി, ഗൗരിനന്ദൻ ആൻഡ് ജോഷുവ അഗൈൻ. ഇൻവെസ്റ്റിഗേഷൻ. സെൻട്രൽ ഇൻവെസ്റ്റിഗേഷൻ കമ്മീഷൻ. തെറ്റാണ്. CIC അല്ല. കുറച്ചുകൂടി പോപ്പുലർ ആയിട്ട് നിങ്ങൾ കേൾക്കുന്ന പേരാണിത്. ഇനി ഞാൻ അതിന്റെ ഷോർട്ട് ഫോം പറയാം, നിങ്ങൾ ഫുൾ ഫോം പറഞ്ഞാൽ മതി. അതിന്റെ ഷോർട്ട് ഫോം CVC എന്നാണ്. CVC. Yes, team A again. വോട്ടിംഗ്. Not voting. That is a -50 again. സാറില്ല. That is the spirit of the game. നിങ്ങൾ keep trying. ഇനിയും നമുക്ക് റൗണ്ടുകളുണ്ട്. വിജിലന്റ്. Central Vigilance Commission. Right answer. This is CVC. CVC, സെൻട്രൽ വിജിലൻസ് കമ്മീഷണറെ ഓർത്തുകൊണ്ട് നമ്മൾ ഈ റൗണ്ടിന്റെ ഈ ക്യൂസിന്റെ അടുത്ത റൗണ്ടിലേക്ക് പോകുന്നു. റൗണ്ട് 1 ആൻഡ് റൗണ്ട് 2 നമ്മൾ അടിച്ചു പൊളിച്ചു. സോ നമുക്ക് സ്കോർ ബോർഡ് കണ്ടാലോ. ലെറ്റ്സ് മൂവ് ഓൺ ടു ദി സ്കോർ ബോർഡ്. ടീം A -100 and team B it's 150 points and for team C it's 400 points. Team D 350 points. Keep on going guys. So before getting into the round 3 we should have to invite നമ്മുടെ ഗസ്റ്റ് ക്വിസ് മാസ്റ്റർ. കേരളത്തിലെ വനിതാ ക്വിസ് മാസ്റ്റർമാരിൽ ഏറ്റവും ജനകീയ മുഖം. 6 വർഷങ്ങൾ തുടർച്ചയായി ഇന്ത്യയിലെ ലോക ക്വിസിംഗ് ചാമ്പ്യൻഷിപ്പിന് നേതൃത്വം നൽകുന്നു. ഇന്റർനാഷണൽ ക്വിസിംഗ് അസോസിയേഷൻ കേരള പ്രൊജക്ട് ഹെഡ്. ലെറ്റ്സ് ഇൻവൈറ്റ് മാഡം ക്വിസ് മാസ്റ്റർ ഷാമിൻ മനഡ് ജോയ്. സോ കലക്കാണ് നമ്മള്. യെസ്, അപ്പോ യു ഗൈസ് റെഡി ഫോർ ദി വി ആർ മൂവിംഗ് ഓൺ ടു റൗണ്ട് 3, ദി ക്ലച്ച് ഫാക്ടർ. The best way to have a good idea is to have lot of ideas. ഒരു ഉത്തരം കണ്ടെത്താൻ ഒന്നിലധികം വഴികളുണ്ടാകാം. ഒരു ചോദ്യത്തിൽ അറിവിനൊപ്പം കൗതുകവും ഒളിച്ചിരിക്കുന്നുണ്ടാകും. ജയവും തോൽവിയും മാറി മാറി വരും. നോളജിനൊപ്പം നിങ്ങളുടെ സ്കിൽസും ആറ്റിറ്റ്യൂഡും ടെസ്റ്റ് ചെയ്യുന്ന IQA സ്റ്റേറ്റ് ക്യൂസിംഗ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്ന എല്ലാ ടീമുകൾക്കും ആശംസകൾ. ലെറ്റ്സ് ബിഗിൻ റൗണ്ട് 3. പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് മെയിൻറ്റെയിൻ ചെയ്യുക, ക്യൂരിയസ് ആയിരിക്കുക, സ്റ്റേ പോസിറ്റീവ്, ക്യൂ പോസിറ്റീവ്. ആദ്യത്തെ ചോദ്യം. ഓക്കെ, വാവ്, ദി ക്യൂരിയോസിറ്റി ഹിറ്റ്സ്. ഞാനൊന്നും ചോദിച്ചില്ല. ആദ്യത്തെ ചോദ്യത്തിൽ എന്താണ് നിങ്ങളുടെ ഉത്തരം? ശുഭാൻശു ശുക്ല. എന്താണ് ശുഭാൻശു ശുക്ലയ്ക്ക് ഇതുമായി ബന്ധം? ആക്സിയം 4 മിഷനിലാണ് പുള്ളി ബഹിരാകാശത്തേക്ക് യാത്ര നടത്തിയത്. ബഹിരാകാശത്തേക്ക് യാത്ര നടത്തിയത് ആണോ? യെസ്. ഉറപ്പാണോ? ഇത്ര ഉറപ്പിച്ച് പറയുന്ന സ്ഥിതിക്ക് is the right answer. ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലെത്തിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ, ആക്സിയം 4 മിഷനിൽ യാത്ര ചെയ്ത ശുഭാൻശു ശുക്ല 150 പോയിന്റ് നേടുന്നു ടീം സി. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ക്വസ്റ്റ്യൻ 2. വാവ്, എന്നെ ചോദ്യങ്ങളൊന്നും ചോദിക്കാൻ സമ്മതിക്കുന്നില്ല. ഐ ലൈക്ക് ദാറ്റ്. എന്താണ് നിങ്ങളുടെ ഉത്തരം? വൈക്കം മുഹമ്മദ് ബഷീറിന്റെ സ്മാരകം, കോഴിക്കോട് വരുന്ന ആകാശമുട്ട എന്ന പേര്. Brilliant answer. That was വൈക്കം മുഹമ്മദ് ബഷീറിന്റെ സ്മാരകം. എന്താണ് ആകാശമിട്ടായി എന്നൊരു പേര്? അത് പ്രേമലേഖൻ നോവല്ല തോന്നുന്നു. ലാസ്റ്റ് സാറാമ്മയും കേശവനാരും കുട്ടിക്കിരുന്ന പേരാണ് തോന്നുന്നു. ഉറപ്പില്ല.
അതായത് കേശവൻ നായരും സാറാമ്മയും തമ്മിൽ ഇന്റർകാസ്റ്റ് മാരേജ് ആണ്. ആണ്. അപ്പോ ഒരു കുട്ടിക്ക് രണ്ട് പേര് കൺഫ്യൂഷൻ വന്നപ്പോ അതെ രണ്ടുപേർക്കും ഹിന്ദു പേരിടണോ ക്രിസ്ത്യൻ പേരിടണോ എന്ന് തർക്കം വന്നപ്പോൾ അതൊന്നും പെടാത്ത ആകാശമിട്ട എന്ന പേരിട്ട ബേപ്പൂർ സുൽത്താന് ട്രിബ്യൂട്ട് 150 points to team B. The third question. സോ എനിക്ക് വേണ്ടത് ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിന് കൊടുത്ത ഈ സമ്മാനത്തിന്റെ റെപ്ലിക്ക ഉള്ളത് മറ്റൊരു രാജ്യത്താണ്, പല രാജ്യങ്ങളിലുണ്ട്. എന്നാൽ ഈ റെപ്ലിക്ക 2025 ഡിസംബർ മാസത്തിൽ തകർന്നു വീണത് ഒരു വാർത്തയായിരുന്നു. ഏത് രാജ്യത്താണ് നിങ്ങൾക്ക് ഈ റെപ്ലിക്ക കാണാൻ സാധിക്കുക? യെസ്, ടീം സി അഗൈൻ. യെസ്, എന്താണ് നിങ്ങളുടെ ഉത്തരം? വെനസ്വേല. വെനസ്വേല. That's a -100. Not the right answer. ഈ രാജ്യത്തെ ഐഡന്റിഫൈ ചെയ്യാൻ ഒരു ക്ലൂ തരാം. ഈ പ്രതിമ സ്ഥിതി ചെയ്യുന്ന സ്ഥലം റിയോ ഡി. യെസ്. വിച്ച് ടീം? ടീം ഡി. ബ്രസീൽ. Is the right answer. Plus 150 points to team D. Question 4. റോസ്നെഫ്റ്റ് എന്ന ഈ റഷ്യൻ കമ്പനിക്കാണ് ഈ കമ്പനിയിൽ മേജർ സ്റ്റേക്സ് ഉള്ളത്. നിങ്ങളുടെ ഒബ്സർവേഷൻ സ്കിൽ ടെസ്റ്റ് ചെയ്യുന്ന ഒരു ചോദ്യമാണിത്. യെസ്, ടീം ഡി. അരാംകോ. അരാംകോ. അരാംകോയിലെ മേജർ സ്റ്റേക്സ് ഉള്ളത് റോസ്നെഫ്റ്റിനാണോ? അല്ല, ലോഗോ കണ്ടിട്ടൊരു പരിചയം ചായ ഉണ്ടോ? ക്രിക്കറ്റ് കളി കാണുമ്പോഴത്തേക്കും പരസ്യം വരാറുണ്ട്. ആണോ? സോ നിങ്ങളുടെ ഒബ്സർവേഷൻ സ്കിൽ കുറച്ചും കൂടെ ഷാർപ്പൻ ചെയ്യേണ്ടതുണ്ട്. ദാറ്റ്സ് എ -100, നോട്ട് അരാംകോ. യെസ്, ഓൾ ഗേൾസ് ടീം ഫ്രം വയനാട്. നയാര. നയാര. എന്താണ് നയാര? ഒരു പെട്രോളിയം കമ്പനിയാണ്. ആണോ? കണ്ടുണ്ടോ അതിന്റെ ലോഗോ? ഉറപ്പുണ്ടോ? ആണോ? Is the right answer. That is Nayara Energy in India for India. പെട്രോൾ അടിക്കാൻ പോകുമ്പോ ശ്രദ്ധിക്കണം. So we are coming to the end of third round. ഫൈനൽ റൗണ്ടിലേക്ക് കടക്കുന്നതിനേക്കാൾ മുന്നേ we have to check the scoreboard. Team A 50 points. Team B it's 300 points. Team C 450 points. Team D it's 400 points. For round 4 I would like to invite Snehat sir. We are moving on to round 4, that is plot twist. ഈ റൗണ്ടിന്റെ റൂൾസ് നിങ്ങൾക്കറിയാം. ഇതൊരു കോമ്പറ്റേറ്റീവ് ബിഡിംഗ് റൗണ്ടാണ്. ഇത് സ്ട്രാറ്റജി വേണം, സ്പീഡ് വേണം, കാൽക്കുലേഷൻസ് വേണം. നിങ്ങൾക്ക് 50, 100, 150, 200 ഏത് പോയിന്റിന് വേണ്ടിയും ശ്രമിക്കാം. എത്ര പോയിന്റിന് വേണ്ടിയാണോ നിങ്ങൾ ശ്രമിക്കുന്നത് ആ പോയിന്റുകൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കും. തെറ്റുത്തരമാണെങ്കിൽ ആ പോയിന്റുകൾ തന്നെ നിങ്ങൾക്ക് നഷ്ടപ്പെടും. പക്ഷെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ബസർ പ്രസ് ചെയ്ത ഉടനെ അറിയാതെ ഉത്തരം പറഞ്ഞു പോയാൽ നിങ്ങൾക്ക് -100 ആണ്. ബസർ പ്രസ് ചെയ്ത ഉടനെ ഉത്തരമല്ല പറയേണ്ടത്, നിങ്ങളുടെ ബിഡിംഗ് പോയിന്റ് ആണ് പറയേണ്ടത്. വ്യക്തമാണോ? യുനോ ടീം സി ആൻഡ് ഡി. ഓൾ റൈറ്റ്, 4 ടീമുകളും റെഡി ആയിരിക്കുന്നു. ഒന്നാമത്തെ ചോദ്യം, റൗണ്ട് 4ലെ ആദ്യത്തെ ചോദ്യം, ഈ ക്വിസിലെ 13ാമത്തെ ചോദ്യം. നിങ്ങൾ ചിത്രത്തിൽ കാണുന്നത് ആഡം സ്മിത്ത് പ്രൈസ് ആണ്. എക്കണോമിക്സിന്റെ പിതാവ്, സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആഡം സ്മിത്ത് പ്രൈസ് ലഭിച്ച ഒരു ഇന്ത്യക്കാരനാണ് നമ്മുടെ മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ്. എൻ്റെ ചോദ്യം അതല്ല. എൻ്റെ ചോദ്യം ആഡം സ്മിത്ത് പ്രൈസ് നൽകുന്ന സ്ഥാപനത്തെ കുറിച്ചായിരുന്നു. ടീം ബി ആണോ ആദ്യം ബസർ ചെയ്തത്? 50 പോയിന്റ്സിനാണ് അവർ ബിഡ് ചെയ്യുന്നത്. മറ്റൊരു 3 ടീമുകൾക്കും ഇപ്പോഴും അവസരമുണ്ട്. ഞാൻ എൻ്റെ ചോദ്യം ഇപ്പോഴും കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. പക്ഷെ നിങ്ങൾ 50 ബിഡ് ചെയ്ത സ്ഥിതിക്ക് ഇനി എനിക്ക് ആ ചോദ്യത്തിൻ്റെ അടുത്ത ഭാഗത്തേക്ക് പ്രവേശിക്കാൻ നിവൃത്തിയില്ല. ഇനി വീണ്ടും റീസെറ്റ് ചെയ്തിട്ടേ ഞാനത് പോകും. നിങ്ങൾക്ക് താല്പര്യമില്ല? ടീം ബി പറഞ്ഞോട്ടെ. വേൾഡ് എക്കണോമിക് ഫോറം അല്ല, നല്ല ഉത്തരമായിരുന്നു അത്. ഇനി നമുക്ക് ആദം സ്മിത്ത് പ്രൈസ് നൽകുന്ന ആ സ്ഥാപനത്തിന്റെ ലോഗോ കാണാം. അതിനു മുമ്പ് ദാറ്റ്സ് എ -50 ഫോർ യു. ആൻഡ് ആദം സ്മിത്ത് പ്രൈസ് നൽകുന്നത് ഈ സ്ഥാപനമാണ്. ഇതാണ് ആ സ്ഥാപനം. ഇത് 1209 സ്ഥാപിക്കപ്പെട്ട ഒരു യൂണിവേഴ്സിറ്റിയാണ്. ഈ യൂണിവേഴ്സിറ്റി അഥവാ സർവകലാശാലയാണ് ആദം സ്മിത്ത് മെഡൽ നൽകുന്നത്.
1209 ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന മൂന്നാമത്തെ യൂണിവേഴ്സിറ്റി എന്നൊക്കെ അറിയപ്പെടുന്ന യൂണിവേഴ്സിറ്റിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ലോകത്തെ യൂണിവേഴ്സിറ്റികളുടെ പേര് പറയുമ്പോൾ എപ്പോഴും പരാമർശിക്കുന്ന 1209 സ്ഥാപിക്കപ്പെട്ട ആ യൂണിവേഴ്സിറ്റിക്കായി വീണ്ടും ബസർ പ്രസിദ്ധീകരിക്കുകയാണ് ടീം ബി. എത്ര പോയിന്റുകൾക്ക്? 50. നിങ്ങൾ വളരെ എളിമയും വിനയമുള്ള ടീമാണോ? 100 ആക്കാം. വീണ്ടും ബസർ ചെയ്യണം. നിങ്ങൾ 50ക്കാണ് ആദ്യം. യെസ്, പറയൂ. 100 ബിഡിംഗ് ഫോർ 100 പോയിന്റ്സ്. കാരണം നിങ്ങൾ എവിടെ നിൽക്കുന്നു നിങ്ങൾക്ക് അറിയാം ഈ മത്സരത്തിൽ, അല്ലേ? 100 മതിയോ ജയിക്കാൻ? 100 പോയാൽ ബസർ ചെയ്ത് 150 ഒന്നും സംഭവിക്കില്ല. പോയാൽ മൈനസ് മാർക്കൊക്കെ ഒരു സങ്കല്പം മാത്രമാണ്. എനിവേ, നിങ്ങൾ 100 പോയിന്റ് എടുത്തു. ഇനി നിങ്ങൾക്ക് ഉത്തരം പറയാം. കേംബ്രിഡ്ജ്. കാം എന്ന നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന കേംബ്രിഡ്ജ് ആണ് ഇത് എന്നാണ് നിങ്ങൾ പറയുന്നത്. കേംബ്രിഡ്ജിന്റെ ലോഗോ ആണോ ഇത്? അറിയില്ല. 1209 കേട്ടപ്പോ 1209 എന്ന് കേട്ടപ്പോൾ കേംബ്രിഡ്ജ്. ഓക്സ്ഫോർഡും പഴക്കം ചെന്ന യൂണിവേഴ്സിറ്റികളിൽ ഒന്ന് തന്നെയാണ്. ഇത് കേംബ്രിഡ്ജിന്റെ ലോഗോ ആണെന്നാണ് നിങ്ങൾ കരുതിയത്, അല്ലെ? ഞാനും കരുതുന്നത് അത് തന്നെയാണ്. റൈറ്റ് ആൻസർ. ദിസ് ഈസ് കേംബ്രിഡ്ജ്, യൂണിവേഴ്സിറ്റി ഓഫ് കേംബ്രിഡ്ജ്. 100 പോയിന്റ്സ് ടു ടീം ബി. മലപ്പുറം അഷിയ ആൻഡ് ഭഗത്. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. ഇന്ത്യയിലെ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകൾ അറിയപ്പെടുന്നത് ഈ പുരാണ കഥാപാത്രത്തിന്റെ പേരിലാണ്. ബസർ അമർത്തുന്നു ടീം ഡി. എത്ര പോയിന്റുകൾക്ക്? 200. ഗൗരി നന്ദൻ ആൻഡ് ജോഷുവ ഗോയിങ് ഫോർ 200. കഥാപാത്രത്തിന്റെ ശില്പമാണ് നിങ്ങൾ അവിടെ കണ്ടത്. ഏകലവ്യ മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ. അങ്ങനെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ എവിടെയെങ്കിലും? അല്ല, ആ ക്യാരക്ടർ പക്ഷെ ആ കഥാപാത്രം ഏകലവ്യനാണെന്ന് തോന്നാൻ എന്താണ് കാരണം? അല്ല, ഏകലവ്യൻ നായയുമായിട്ട് നിങ്ങളൊരു നായയെ അതില് കണ്ടെത്തി, അല്ലേ? അപ്പൊ അർജുനനല്ല. അല്ല. ബ്രില്യന്റ് ആൻസർ. ദാറ്റ് ഈസ് ഏകലവ്യ മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ എന്നാണ് അറിയപ്പെടുന്നത്. വെൽ ഡൺ. 200 പോയിന്റുകൾ കൊല്ലം ജില്ല സ്വന്തമാക്കുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 15. പീസ് പാലസ് എന്നാണ് ഈ ചിത്രത്തിൽ കാണുന്ന ബിൽഡിംഗിന്റെ പേര്. 1946 പീസ് പാലസിൽ സ്ഥാപിതമായ ഐക്യരാഷ്ട്രസഭയുടെ കീഴിലുള്ള ടീം ബി അഷിയ ആൻഡ് ഭഗത്. എന്താണ് നിങ്ങളുടെ ടേക്ക്? എത്ര പോയിന്റുകൾ? 150. 200. യെസ്. സോ നോ ചാൻസ്. എ, സി, ഡി നിങ്ങൾക്കൊന്നും ഒരു സാധ്യതയും അവശേഷിപ്പിക്കാതെ ടീം ബി അഷിയയും ഭഗത്തും പീസ് പാലസിന്റെ അകത്ത് സ്ഥിതി ചെയ്യുന്ന ഐക്യരാഷ്ട്രസഭയുടെ കീഴിലുള്ള ആ ഓർഗനൈസേഷൻ ഏത് എന്ന് പറയാൻ പോകുന്നു. ടീം ബി, ആൻസർ. ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ്. ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് ഹേഗിലല്ലേ? ദി പീസ് പാലസ് ഹേഗിൽ തന്നെയാണ്. റൈറ്റ് ആൻസർ. 200 പോയിന്റ് ടു ടീം ബി. വെൽ ഡൺ. അവസാനത്തെ ചോദ്യം. ഇന്ത്യയുടെ ഉപരാഷ്ട്രപതിയായ ഇദ്ദേഹം ഈ രാജ്യം സന്ദർശിച്ച കഥ വളരെ പ്രശസ്തമാണ്. ഈ രാജ്യത്തെ രാജാവിനെയാണ് നിങ്ങൾ ചിത്രത്തിൽ കാണുന്നത്. ഈ രാജ്യത്തെ പ്രോട്ടോകോൾ പ്രകാരം ഒരിക്കലും ഒരു രാജാവ് പുറത്തുനിന്ന് ഏതെങ്കിലും രാജ്യത്ത് നിന്ന് ഒരു പ്രധാനമന്ത്രിയോ പ്രസിഡന്റോ വന്നാൽ സ്വീകരിക്കാൻ വിമാനത്താവളത്തിലേക്ക് പോകാൻ പാടില്ല എന്നാണ് പ്രോട്ടോകോൾ. എന്നാൽ എല്ലാ പ്രോട്ടോകോളുകളും തെറ്റിച്ചുകൊണ്ട് ഇന്ത്യയുടെ ഈ മുൻ ഉപരാഷ്ട്രപതി ഡോക്ടർ ശങ്കർ ദയാൽ ശർമ്മ ഈ രാജ്യം സന്ദർശിച്ചപ്പോൾ അദ്ദേഹം എയർപോർട്ടിൽ ഒറ്റയ്ക്ക് പോയി സ്വീകരിക്കുകയും അദ്ദേഹത്തെ എല്ലാവിധ ബഹുമാനത്തോടുകൂടി ആനയിക്കുകയും ചെയ്ത കഥ ഇന്റർനാഷണൽ സർക്യൂട്ടുകളിൽ, അതായത് നയതന്ത്ര ബന്ധങ്ങൾ പറയുമ്പോൾ, പ്രോട്ടോകോളുകൾ പറയുമ്പോൾ എപ്പോഴും പറയപ്പെടുന്ന ഒരു കഥയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹം കുറച്ചു കാലം ഇന്ത്യയിൽ പഠിക്കാൻ വന്നപ്പോൾ ഇദ്ദേഹത്തിന്റെ ടീച്ചറായിരുന്നു. അധ്യാപകർക്ക് കൊടുക്കുന്ന ബഹുമാനത്തെ സൂചിപ്പിക്കുന്ന ഏറ്റവും ഉദാത്തമായ എക്സാമ്പിളുകളിൽ ഒന്നാണ് ഇത്. എൻ്റെ ചോദ്യം, ഈ രാജാവ് ഏത് രാജ്യത്തെ രാജാവായിരുന്നു എന്നാണ്. ഈ രാജാവിൻ്റെ ചരമവുമായി ബന്ധപ്പെട്ട് ഇന്ത്യ ഔദ്യോഗികമായി ദുഃഖാചരണം പ്രഖ്യാപിക്കുകയുണ്ടായി. അതും മറ്റൊരു അപൂർവതയായിരുന്നു. മറ്റൊരു രാജ്യത്തെ രാജാവ് മരണപ്പെട്ടപ്പോൾ. ഈ രാജാവിൻ്റെ പേര് ഞാൻ പറയാം, നിങ്ങൾ കണ്ടെത്തേണ്ടത് ഏത് രാജ്യം എന്നാണ്. GCC എന്ന് പറയുന്ന രാജ്യങ്ങളിൽപ്പെട്ട ഒന്നാണ്, ഗൾഫ് കോപ്പറേഷൻ കൗൺസിൽ. ഇദ്ദേഹത്തിൻ്റെ പേര് സുൽത്താൻ ഖാബൂസ് എന്നായിരുന്നു. സുൽത്താൻ ഖാബൂസ് ഏത് ഗൾഫ് രാജ്യത്തിന്റെ? ഓൺ ദി ബസർ ടീം സി, ദാറ്റ് ഈസ് ദേവാങ് കൃഷ്ണ ആൻഡ് അഷിൻ. എത്ര പോയിന്റുകൾ? 50. 50 പോയിന്റുകൾക്കായി ടീം സി, ദേവാങ് കൃഷ്ണ ആൻഡ് അഷിൻ. ടീം എ, ടീം ബി, ടീം ഡി, നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? ടീം സിയുടെ ഉത്തരം കേൾക്കുന്നു. യെസ്, ടീം ബി, മലപ്പുറം ടീം. പറയൂ, എത്ര പോയിന്റുകൾ? 100.
ടീം സി വീണ്ടും ലേലം വിളിക്കുന്നു. ടീം ബി 100 ആണെങ്കിൽ ടീം സി നിങ്ങൾ എത്ര പോയിന്റ്? 150. 150. ശരിയാണെങ്കിൽ 150 പോയിന്റ്, തെറ്റാണെങ്കിൽ -150 പോയിന്റ്. അവർ 150 കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ അവസ്ഥ എന്താണ്? സെമി ഫൈനലിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുമോ? സാധിക്കില്ല. സോ എന്താണ് തീരുമാനം? 200. അവർക്ക് നല്ലൊരു കയ്യടി കൊടുക്കാം. ഗോ ഫോർ ഇറ്റ്. എത്ര പോയിന്റുകൾ? 200 പോയിന്റ്സ്. നിങ്ങൾ ഫോഴ്സ്ഡ് ആവുകയാണ്, പക്ഷേ ചില സമയത്ത് നമ്മൾ റിസ്ക് എടുക്കേണ്ടി വരും. ഡോണ്ട് വറി, യു ഹവ് പ്ലേഡ് ബ്യൂട്ടിഫുള്ളി വെൽ. നിങ്ങൾ അങ്ങനെ ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും യു ഡിസേർവ് എ ഹ്യൂജ് റൗണ്ട് ഓഫ് അപ്ലോസ്. സോ ആ അവസരം ഞാൻ ടീം ബിക്ക് കൈമാറുന്നു. ചിത്രത്തിൽ കാണുന്ന സുൽത്താൻ ഖാബൂസ് എന്ന് പറഞ്ഞ ഈ ഭരണാധികാരി ഏത് ഗൾഫ് രാജ്യത്ത് ഭരണാധികാരിയായിരുന്നു? ഒമാൻ. നല്ല ഉത്തരമായിരുന്നു, ഒമാൻ. ഖത്തർ എന്ന ഉത്തരം നിങ്ങൾ പറഞ്ഞിരുന്നെങ്കിൽ അത് തെറ്റിപ്പോയേനെ. കാരണം ഒമാൻ ഈസ് ദ റൈറ്റ് ആൻസർ. ബ്യൂട്ടിഫുൾ ആൻസർ ടു ഫിനിഷ് ദ ഗെയിം. ദാറ്റ് ഈസ് സുൽത്താൻ ഖാബൂസ് ഫ്രം ഒമാൻ. +200 ടു മലപ്പുറം. അവസാനത്തെ ചോദ്യവും സമാപിക്കുമ്പോൾ ഈ എപ്പിസോഡിൽ നിന്നും സെമി ഫൈനലിലേക്ക് ക്വാളിഫൈ ചെയ്ത ആ 2 ടീമുകൾ ആരൊക്കെയാണെന്ന് അറിയാൻ ഓവർ ടു ജൂലിയറ്റ്. എല്ലാവരും ആകാംക്ഷഭരിതരായിട്ട് കാത്തിരിക്കുമായിരിക്കും. Moving on to the scoreboard now. Team A 50 points. Team B 750 points. Team C 450 points. Team D 600 points. Team B and Team D ആയിരിക്കും നമ്മുടെ സെമി ഫൈനൽ റൗണ്ടിലേക്ക് പോവാ. പ്രൈസ് ഡിസ്ട്രിബ്യൂഷന് മുന്നേ ഐ വുഡ് ലൈക്ക് ടു ഇൻവൈറ്റ് നമ്മുടെ സ്പെഷ്യൽ ഗസ്റ്റ് ഓഫ് ദിസ് എപ്പിസോഡ് ഗോപിക ജാനകി മാം, IQA എറണാകുളം ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ. ശ്യാമൻ മാമിനും കൂടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മൊമെന്റോ സ്വീകരിക്കുന്നതിനായി ഐ വുഡ് ലൈക്ക് ടു ഇൻവൈറ്റ് ടീം സി GSHSS നേപ്പാൾ കോഴിക്കോട്, ടീം എ KV കൽപ്പറ്റ ഫ്രം വയനാട് കൃഷ്ണപ്രിയ S ആൻഡ് ഋതിക രാകേഷ്. നമ്മുടെ സെമി ഫൈനൽസിലേക്ക് കടക്കുന്ന 2 ടീമുകളാണ്. So first it's Team D, Sri Narayana Public School from Kollam. Team B, NNMHSS Shelambra from Malappuram, Ashia K. Babu and Bhagat P. Amrita Vishwavidyapeetham IQA State Quizzing Championship Season 2 co-powered by KSFE. ഇന്നത്തെ ത്രില്ലിംഗ് ആയിട്ടുള്ള എപ്പിസോഡ് നമ്മളോട് വൈൻഡ് അപ്പ് ചെയ്യാണ്. സോ ഇതിലും ഗംഭീരമായിട്ടുള്ള എപ്പിസോഡ്സ് ആയിട്ട് നമ്മൾ വീണ്ടും വരും. ടിൽ ദെൻ ഇറ്റ്സ് മീ ജൂലിയറ്റ്. ഹാപ്പി ക്വിസിംഗ്. ഞാൻ കണ്ട ടീമുകളിൽ മൈക്ക് തട്ടിപ്പറിക്കുന്ന ഒരു ആവേശം കണ്ട ടീം ഇതാണ്. പക്ഷേ ഈ ചോദ്യത്തിന്റെ ഉത്തരം കുംഭമേള, കാളവണ്ടി സമരം, ടാസ്മേനിയ, IIT. നിങ്ങൾക്ക് എന്ത് ഉത്തരം പറയാം, പക്ഷേ മൾട്ടിപ്പിൾ ആൻസേഴ്സ് വന്നാൽ ഞാൻ നെഗറ്റീവാണ് തീരുന്നത്.